നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ വിഷമം വന്നാൽ നമ്മൾ എപ്പോഴും തളർന്നു പോകാറുണ്ട്. ഒരു പരീക്ഷ മോശമായി, അല്ലെങ്കിൽ ഒരു ചെറിയ പരാജയം, ചിലപ്പോൾ ഒരു സുഹൃത്ത് നമ്മളോട് മോശമായിട്ട് പെരുമാറി, അപ്പോഴെല്ലാം നമ്മൾ തളരുകയും വിഷമിക്കുകയും അതുപോലെ നിരാശരാകുകയൊക്കെ ചെയ്യും. പക്ഷേ ഫലസ്തീനിലെ കുട്ടികളോ, അവർക്ക് ഓരോ ദിവസവും ഓരോ കഠിന പരീക്ഷണങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. പക്ഷെ അവർ ഭയക്കുന്നില്ല, തളരുന്നില്ല, ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അഹേത് തമീം എന്ന 16 വയസ്സുകാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 16-ാം വയസ്സിൽ തന്നെ അവൾ മനസാക്ഷിയുടെ ശബ്ദമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അവളുടെ ഗ്രാമത്തിലേക്ക് അതിക്രമിച്ച് കയറിയ ഇസ്രായേലി സൈനികരെ അവൾ ധൈര്യപൂർവ്വം നേരിടുകയാണ് ചെയ്തത്. അവളെ അവർ തടവിലാക്കി. പക്ഷേ അവളുടെ ശബ്ദത്തെ, അവളുടെ വാക്കിനെ അവർക്ക് തടവിലാക്കാൻ സാധിച്ചിരുന്നില്ല. അഹേത് മാത്രമല്ല, ഫലസ്തീനിലെ കുട്ടികൾ അഗ്നി പരീക്ഷയിലൂടെയും ധൈര്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവർ തളരുന്നില്ല, അവർ ഭയക്കുന്നില്ല, അവർ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് വീടുകളില്ല, അവരുടെ വീടുകളെല്ലാം തകർന്നു പോയി, അവരുടെ സഹോദരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അവർ ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെയാണ് ജീവിക്കുന്നത്. അവർക്ക് കളിക്കാൻ ഒരു കളിസ്ഥലം പോലും ഇല്ല, പക്ഷെ അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഒരു സ്വപ്നമുണ്ട്. പക്ഷെ നമ്മളോ, ഒരു ചെറിയ പ്രശ്നം വന്നാൽ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഫലസ്തീനിലെ കുട്ടികളോ, അവർക്ക് എല്ലാം നഷ്ടമായിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം അവരുടെ ഈമാനും അവരുടെ വിശ്വാസമാണ്. അവരിൽ നിന്ന് ഒരു വലിയ പാഠം നമുക്ക് പഠിക്കാനുണ്ട്. ഭയക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രതീക്ഷ കൈവിടാതെ ജീവിക്കാൻ. ഈ ഒരു പുണ്യ റമളാൻ മാസത്തിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അവരുടെ കഥകൾ പങ്കുവെച്ചുകൊണ്ടും അവർക്കായിട്ട് ശബ്ദമുയർത്തുകയെല്ലാം ചെയ്യുക. നമുക്ക് അവരെ പിന്തുണയ്ക്കാം. നാളെ അവർക്കൊരു പുതിയ ഭാവി ഉണ്ടാകട്ടെ.